നമ്മൾ ചെറുപയർ വെച്ച് നല്ലൊരു പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടോ? എല്ലാവർക്കും അറിയണ്ടേ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന്. ഇന്ന് ഈ ചെറുപയർ വെച്ചിട്ടാണ് ഞാൻ പായസം ഉണ്ടാക്കുന്നത്. 1 കപ്പ് ചെറുപയർ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കണം, കാരണം ചെറുതായിട്ട് കളറൊന്ന് ചേഞ്ച് ആകുന്നതാണ്. ഇത് ഉണ്ടാക്കിയാൽ പച്ചയുടെ ഒരു ടേസ്റ്റാണ് വരുന്നത്, പച്ച ടേസ്റ്റ് വരും. പക്ഷേ ഇത് വറുത്തിട്ടാണെങ്കിൽ നല്ല വേറൊരു ടേസ്റ്റാണ് വരുന്നത്. അതുകൊണ്ടാണ് വറുത്തിട്ടുണ്ടാക്കുകയാണ് നല്ലത്. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നല്ലൊരു സ്മെല്ല് വരുവേ. നല്ലൊരു വറക്കുന്ന ഒരു ഫ്ലെയിം ഓഫ് ചെയ്യാം. വറുത്തതിന് ശേഷമേ കഴുകുന്നുള്ളൂ. അതേസമയം കഴുകിയിട്ടെടുക്കുകയാണെങ്കിൽ കുറച്ചധികം സമയം എടുക്കേണ്ടി വരും ഇത് വറക്കാൻ വേണ്ടിയിട്ട്. തണുത്തതിന് ശേഷം കഴുകി കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. വറുത്ത പയർ നന്നായിട്ട് കഴുകിയ ശേഷം ഒരു 3 കപ്പ് വെള്ളത്തിൽ ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. ചെറുപയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് വേകണം, ഉടയാൻ പാകത്തിന് വെന്തു. നമുക്കൊരു ഉരുളിയിലേക്ക് മാറ്റാം. ഇനി ഉരുളി എടുത്ത് വെച്ച് ഉരുളിയിലേക്ക് വയ്ക്കാം. നന്നായിട്ട് വെന്തുടഞ്ഞ് വറുത്തിട്ട് ഇങ്ങനെ വേവിക്കുകയാണെങ്കിൽ അധികം അങ്ങോട്ട് ഉടഞ്ഞു പോകത്തില്ല, ആവശ്യത്തിന് മാത്രമേ ഉടഞ്ഞുള്ളൂ. ഇനി ഉരുളിയിലേക്ക് ഇട്ടിട്ട് നമുക്ക് പറ്റിക്കാം. ഇതിൽ അല്പം നെയ്യ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കരയും കൂടെ ഇടുമ്പോൾ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി വെന്ത പയറിലേക്ക് ശർക്കര അരിച്ച് വെച്ചത് ശർക്കരയാണ്, 2 ഉണ്ട ശർക്കര ഉരുക്കി അരിച്ച് കല്ലൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. കല്ലില്ലാത്തതാണെങ്കിൽ ഉരുക്കൊന്നും വേണ്ട, നേരിട്ട് ചേർക്കാം. ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വരട്ടണം. ഈ ചെറുപയറൊന്ന് വെള്ളം പറ്റി ശർക്കര നന്നായിട്ട് പിടിച്ചൊന്ന് വരണ്ട് വരണം. വെറുതെ ഇങ്ങനെ ഒഴിച്ച് വെള്ളം പറ്റിക്കാതെ എല്ലാം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് വരത്തില്ല. എത്ര നന്നായിട്ട് വേറെ ശർക്കര ഇട്ട് വരട്ടുന്നുണ്ടോ അത്രയും ടേസ്റ്റ് ഉണ്ടായിരിക്കും പായസത്തിന്. ചെറിയ തീയിൽ ഇവിടെ കിടന്ന് തിളച്ചത് പറ്റണം. കുട്ടികളാണേലും പായസം കുടിക്കാൻ ഇഷ്ടമായിരിക്കുമല്ലോ അവർക്ക് പൊതുവെ. അപ്പോൾ അവർക്കും എന്നാലും പായസം എന്ന് പറയുമ്പം ശർക്കരയും കൂടെ ഇടുമ്പം എപ്പോഴും തേങ്ങാപ്പാലൂടെ ചേർത്തുണ്ടാക്കുന്ന പായസമാണ് എപ്പോഴും നമുക്ക് പറയാൻ പറ്റും. ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കൊടുക്കാം. അപ്പം ശർക്കരയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്ക് 2ാം പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു തേങ്ങ എടുത്ത്, ഒരു വലിയ തേങ്ങയായിരുന്നു, തേങ്ങ എടുത്ത് 2 പാലായിട്ടാണ് പിഴിഞ്ഞിരിക്കുന്നത്. 3ാം പാലും 2ാം പാലും കൂടെ ഒരുമിച്ചാണ്. അപ്പം 2ാം പാലങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇളക്കിക്കൊണ്ട് തിളപ്പിക്കാം. നമുക്ക് വേണമെങ്കിൽ 2ാം പാലും 3ാം പാലുമായിട്ട് എടുക്കാം. എന്നിട്ട് 3ാം പാല് വേണമെങ്കിൽ ഈ ചെറുപയർ വേവിക്കാം. ഇവിടെ ഞാൻ 2ാം പാലും 3ാം പാലും കൂടെ ഒരുമിച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇരിക്കുമ്പം കുറുകും, അപ്പോൾ അതനുസരിച്ച് വേണം നമ്മളിത് പറ്റിക്കാൻ. ഇത് മതി, കാരണം തണുത്ത് കഴിയുമ്പോഴേക്കും നന്നായിട്ട് കുറുകി വരുവേ. അപ്പോൾ ഒത്തിരി ഒരുപാട് വെള്ളം പറ്റിക്കാതിരിക്കുക നല്ലത്. ഇനി ഞാൻ 1ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കും. ഇത് 1ാം പാല് 1 കപ്പാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ കപ്പിലേക്ക് ഞാൻ ഏലക്കയും പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ചതാണിത്. ചുക്ക് ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നില്ല. ഏലക്കയും പഞ്ചസാരയും കൂടെ മിക്സിയിലിട്ട് പൊടിച്ച്, ഏലക്ക പൊടിക്കാൻ എളുപ്പത്തിനാണ്. അപ്പം അതാണിത്. അതുകൂടി ഇതിനകത്തേക്ക് കലക്കിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നല്ല കുറുകിയ പാലാണ്. കാരണം 2ാം പാലെന്ന് പറയുന്നതും 3ാം പാലും കൂടെ ഒരുമിച്ചായിരുന്നു. അപ്പം 1ാം പാല് വെള്ളം ചേർക്കാതെ പിഴിഞ്ഞെടുത്തതാണ്. അതുകൊണ്ടാണ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. 1ാം പാലൊന്ന് ചേർത്ത് കൊടുക്കാം. 1ാം പാൽ ചേർത്താൽ പിന്നെ ഒന്ന് തിള വന്നാൽ മാത്രം മതി. അപ്പോൾ ഇപ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. ഞാൻ ഒന്ന് തിള വന്നു, കാരണം ഒട്ടും വെള്ളം ചേർക്കാത്ത പാലായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പായസം റെഡിയായി. ഇനി നമുക്ക് ചേർക്കാനുണ്ട് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കാഷ്യൂവും കൂടെ വറുത്തതും, അതിനകത്തേക്ക് അല്പം എള്ളും കൂടെ ചേർത്ത് പൊട്ടിച്ചതാണിത്. ഇത് നെയ്ക്കകത്ത് വറുത്തെടുക്കുകയാണ് ഏറ്റവും ടേസ്റ്റ്. നെയ്യുടെ ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വെളിച്ചെണ്ണ തന്നെയാണെങ്കിലും ഉണ്ടാക്കാം, ഒരു കുഴപ്പമില്ല. നല്ല വെളിച്ചെണ്ണ ആയിരിക്കണമെന്ന് മാത്രം. അങ്ങനെ നമ്മുടെ പായസം റെഡിയായി. ഇത് മിനിറ്റ് ഇരുന്നതിന് ശേഷം എടുക്കുകയാണ് നല്ലത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കപ്പിലേക്ക് തന്നെ എടുക്കാം. ഇതുപോലെ മധുരമുള്ള സാധനങ്ങൾ, പായസം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പം അമ്മ അടുപ്പിലേക്ക് അല്പം കൊടുക്കാറുണ്ട്. കാരണം ആദ്യം അടുപ്പിന് കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് എടുക്കുന്നത്. പ്രത്യേകിച്ച് നല്ല സാധനങ്ങൾ. അപ്പോൾ ഇത് നല്ലൊരു പായസം ആയതുകൊണ്ട് എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ എല്ലാവരും ഇതുപോലെ നല്ലൊരു പായസം ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.